ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജ മനഃപൂർവ്വം നമ്മുടെ നയനയെ കുരുക്കിൽപ്പെടുത്താനായിട്ട് ആ പാവം വേലക്കാരിയെ ബലിയേടാക്കുന്നു. ഇതൊന്നും അറിയാതെ ആ പാവം അതിൻ്റെ ആവശ്യം ചെന്ന് നയനയോട് പറഞ്ഞു. നയനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സങ്കടമല്ലേ, ഒരാളുടെ ജീവൻ്റെ കാര്യമല്ലേ, അപ്പോൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ സമയത്ത് നയന ആ ചേച്ചിക്കുള്ള പൈസയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ റെഡിയായ സമയത്ത് ഈ ജലജ എന്ത് ചെയ്തു, ദേവയാനിയോട് ചെന്ന് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ പറയാം. എന്നിട്ട് ഇങ്ങനെ മറഞ്ഞു നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ നോക്കുവാണ് ഇവരാരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അവിടെ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ദേവയാനി ഇങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ ഈ ചേച്ചി അവിടെ നിൽക്കുന്നു. മീനാക്ഷി ചേച്ചിയെ വിളിച്ച് നമ്മുടെ നയൻ ആ ചേച്ചിക്ക് പൈസ കൊടുക്കും. അപ്പോൾ പൈസ കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ദേവയാനി ഇറങ്ങി വരുന്നത്. ദേവയാനി ഇറങ്ങി വന്നപ്പം ഇതെന്തിനാ ഇവർക്ക് പൈസ കൊടുക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അത് പിന്നെ അപ്പോഴേക്കും മീനാക്ഷിക്ക് പേടിയായി. കാരണം ഈ പൂതന കണ്ടുകൊണ്ടാണല്ലോ ഇറങ്ങി വന്നത്. ആ സമയം നമ്മുടെ നയന പറഞ്ഞു, അത് പിന്നെ ചേച്ചിയുടെ ചേട്ടൻ ഹോസ്പിറ്റലാണ്, ആ പൈസ കൊടുത്തതാണ്, ചേച്ചിയെ സഹായിക്കാൻ കൊടുത്തതാണെന്ന് പറഞ്ഞു. നിന്നോട് ഞാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞതല്ലേ മീനാക്ഷി, പിന്നെ നീ എന്തിനാ ഇവളോട് പൈസ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അവസ്ഥ കൊണ്ട് ചോദിച്ചു പോയതാണ് ചേച്ചി, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ ചോദിച്ചപ്പോൾ നയനമോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞു. നയനമോളും ഈ വീട്ടിലെ മൂത്ത മരുമകൾ തന്നെയല്ലേ, അപ്പോൾ മോൾ എനിക്ക് തന്നതിൽ എന്താ ചേച്ചി തെറ്റ് എന്നിങ്ങനെ ചോദിച്ചപ്പം ഓ നീ തെറ്റും ശരിയൊക്കെ പറയാറായോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മീനാക്ഷിയുടെ നേരെ ചാടിക്കടിക്കുക. അപ്പോൾ ഇതെല്ലാം അപ്പുറം മാറി നിന്ന് നമ്മുടെ ജലജ കാണുക കേട്ടോ. ജലജ കണ്ടു സന്തോഷിച്ചുകൊണ്ടിരിക്കണം. ആ നേരത്തേക്കും നമ്മുടെ അഭി അങ്ങോട്ടേക്ക് വന്നു. അഭി വന്നു കഴിഞ്ഞപ്പം എന്താ അമ്മ ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു. മിണ്ടാതിരിക്കുക, ഒന്നെങ്കിൽ അമ്മായിയമ്മ മോളെ കൊല്ലും, ഇല്ലെങ്കിൽ ഇവിടുന്ന് അടിച്ചിറക്കും, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും, നീ ഒന്ന് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് അമ്മയും മോനും കൂടെ അവിടെ നിന്ന് ഇതൊക്കെ കാണുക. ഇതിങ്ങനെ കണ്ടോണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് നമ്മുടെ നയന ചോദിച്ചു, അമ്മ എന്തിനാ ഇങ്ങനെ മീനാക്ഷി ചേച്ചിയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും വെച്ച് വിളമ്പി തരുന്ന ചേച്ചിയല്ലേ, ആ ചേച്ചിക്ക് ഒരു ആവശ്യം വന്നാൽ നമ്മളല്ലാതെ ആരാ ചേച്ചിയെ സഹായിക്കാനുള്ളതെന്ന് നമ്മുടെ നയന ചോദിച്ചപ്പം അത് എന്നെ ഭരിക്കാൻ വരുന്നോടി, എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാടി, നിനക്കെന്താടി ഇത്, ഇന്നലെ കയറി വന്നവൾ ഇവിടുന്ന് പൈസ എടുത്ത് കൊടുക്കുവാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇത്. അപ്പം നമ്മുടെ നയന പറഞ്ഞു, ഇത് അമ്മയുടെ പൈസയല്ല ഞാൻ എടുത്തു കൊടുത്തത്, എനിക്ക് കിട്ടിയ പൈസയിൽ നിന്നാണ് ഞാൻ എടുത്തു കൊടുത്തത്, അതിൽ അമ്മ ഇപ്പം ഇത്ര പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന്. എന്താടി നീ പറഞ്ഞത്, നിനക്ക് കിട്ടിയ പൈസയൊന്നും ചോദിച്ച് അങ്ങനെയായി. പിന്നെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ട് പറഞ്ഞു. നയന ന്യായമായ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും എൻ്റെ പേരിൽ ഇനി ഇവിടെ ഒരു വഴക്കുണ്ടാക്കണ്ട, ഞാൻ പൈസ തിരിച്ച് തന്നേക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മീനാക്ഷി ചേച്ചി പറഞ്ഞപ്പോൾ വേണ്ട മീനാക്ഷി ചേച്ചി, ആ പൈസ മീനാക്ഷി ചേച്ചിക്ക് ഞാൻ തന്നതാണ്, അത് മീനാക്ഷി ചേച്ചിയുടെ കയ്യിലിരുന്നോട്ടെ എന്ന് നമ്മുടെ നയന പറഞ്ഞു. വീട്ടിലെ വലിയ ആളാകാൻ ശ്രമിക്കുകയാണോന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ഈ ദേവയാനി നയനയെ തല്ലാനായിട്ട് കൈ ഓങ്ങുകയും കൃത്യമായിട്ട് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് വന്ന് ഈ കൈ കയറി തടുത്തു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടിപ്പോയി. അപ്പോഴേക്കും ജലജക്കൊക്കെ എന്താ പറയുന്നത്, സന്തോഷം കൊണ്ടിരിക്കാൻ മേലേന്ന് പറഞ്ഞ അവസ്ഥ. കാരണം അമ്മയുടെ കൈയാണ്, ഭാര്യയെ തല്ലാൻ തോന്നിയ അമ്മയുടെ കൈ മകൻ കയറി തടഞ്ഞിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഒരു ഭൂകമ്പം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കൊലപാതകം തന്നെ നടക്കും എന്നുള്ള കാര്യം പുള്ളിക്കാരിക്ക് മനസ്സിലായി. രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ ഉരസി കൊടുത്തോണ്ടേ ഇരിക്കുക വഴക്കിന് വേണ്ടിയിട്ട്, നാട്ടക്കട്ടെ എന്നുള്ള ഒരു ഇതിലെ. അപ്പം നീ എന്താണ് ഈ ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് നേരത്തേക്കും നമ്മുടെ ദേവയാനി ഭയങ്കര, നീ എൻ്റെ കൈ തടുക്കുന്നല്ലേ, നീ അത്രയ്ക്കൊക്കെ വളർന്നല്ലേ, നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ എൻ്റെ കൈ തടുക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ഇതായിട്ട് ദേവയാനി കിടന്ന് ഒച്ചയെടുക്കുന്നു. അമ്മ അവസ്ഥ മനസ്സിലാക്കാൻ പറഞ്ഞു. അമ്മ എന്തിനാ ഇപ്പോൾ ഇവിടെ തല്ലാൻ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഇന്ന കാര്യമാണെന്ന് പറഞ്ഞു, ഞാൻ കൊടുക്കാത്ത പൈസ അവളെടുത്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പം ആദർശ് ചോദിച്ചു, നയന ചെയ്തതിൽ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അമ്മേ, ഒരാൾക്കൊരു ആശുപത്രി ആവശ്യം വന്നതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ അവൾ പൈസ എടുത്ത് കൊടുത്തതെന്ന് ചോദിച്ചുകൊണ്ട് നയനയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു. ഇതും കൂടെ കേട്ടപ്പോൾ ദേവയാനിക്ക് വിട്ടുപോയി. ദേവയാനിക്ക് പിന്നെ അവിടെ കിടന്ന് ഒത്തിരി ഷോ കാണിക്കാൻ കഴിയാത്തത് കൊണ്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോയ പോക്കിൽ മുത്തശ്ശൻ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ദേവയാനി അവിടെ പിടിച്ചു നിർത്തിയിട്ട് മുത്തശ്ശൻ, നിന്റെ അഹങ്കാരം അതിര് കടക്കുകയാണെന്നും ഈ രീതിയിൽ പോയാൽ പല തീരുമാനങ്ങളും എനിക്ക് എടുക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക. ഈ കുടുംബത്തിന് ഇപ്പോൾ അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്നവരവളായി മാറി നീ ഈ കുടുംബത്തിൻ്റെ എല്ലാ അന്തസ്സും നീ കളയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്ക് ഇരട്ടിക്ക് കലി വരുന്നു. കുടുംബത്തിന് അഭിമാനമായിരുന്നു എന്ന് ഇന്നലെ വരെ പറഞ്ഞ അച്ഛൻ ഇന്ന് കുടുംബത്തിന് അപമാനമായി നീ മാറിയെന്ന് പറയുന്നത് കേട്ടപ്പം ഈ വീട്ടിൽ ഒരാൾ സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ നിന്നോട് ചോദിച്ചാൽ നീ കൊടുക്കേണ്ടവളായിരുന്നു. നീ എന്ത് തോന്നിവാസാണ് കാണിച്ചത്, അല്ലെങ്കിൽ നീ എന്ത് മര്യാദകേടാണ് കാണിച്ചത്, നീ കാണിച്ച അനീതി ന്യായമാക്കി മാറ്റുകയാണ് നയനമോള് ചെയ്തത്, ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം നിലനിർത്തുകയാണ് നയനമോള് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ ദേവയാനിയോട് പറയുന്നു. ഇതൊക്കെ കേട്ട ദേവയാനിക്ക് സഹിക്കുമോ? ദേവയാനിക്ക് പല്ലേ ഉണ്ടാവുകയുള്ളൂ. ദേവയാനി എന്നിട്ട് എല്ലാവരെയും നയന കയ്യിലെടുത്തെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. എന്നിട്ട് പുറത്ത് പോയി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ട് മനസ്സ് വേദനിച്ച് നമ്മുടെ നയന ഇങ്ങനെ അവിടെ ഇരിക്കുക. നയന അങ്ങനെ ഇരിക്കുന്ന സമയത്ത്
ആദർശ് അങ്ങോട്ടേക്ക് ചെന്നു. ആദർശ് എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു എന്ന് കരുതി അത് പൂർണ്ണമായും എൻ്റെ അമ്മയെ ഞാൻ തള്ളിക്കളഞ്ഞെന്നോ അല്ലെങ്കിൽ എൻ്റെ അമ്മയോടുള്ള സ്നേഹക്കുറവ് കൊണ്ടാണോ എന്നൊന്നും നീ വിശ്വസിക്കരുത്, അല്ലെങ്കിൽ വിചാരിക്കരുത്. നീ ചെയ്തതിൽ ചെറിയൊരു ന്യായമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിനക്ക് വേണ്ടി സംസാരിച്ചത്. അത് വെച്ച് വലിയ പൊങ്ങി അങ്ങ് പോവേണ്ട ആവശ്യമൊന്നുമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആദർശേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്യരുത്, അതിന് വേണ്ടിയാണ് പറഞ്ഞതെന്നും പറഞ്ഞ് ആദർശ് അമ്മയുടെ അരികിലേക്ക് ന്യായീകരിക്കാൻ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം അമ്മയെ മെരുക്കാൻ നോക്കിയിട്ട് ഒരു രീതിയിലും മെരുങ്ങുന്നില്ല. നീ നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ എൻ്റെ കൈ തടഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ് മാടയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കാൻ പറഞ്ഞു. എന്ത് അവസ്ഥയാടാ നിനക്കുള്ളത്? എന്നോട് പറയാൻ പറ്റാത്തതായിട്ടുള്ള എന്ത് അവസ്ഥയാണ് നിനക്കുള്ളതെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കിപ്പോൾ അമ്മയോട് തുറന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ സമാധാനം പോകും, കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് പോകും, അതുകൊണ്ട് ഞാനൊന്നും പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ പറഞ്ഞു. അമ്മ ഒന്നും മനസ്സിലാക്കിക്കോ, ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക് മേളിലല്ല അവള്, ഒരിക്കലും ഞാൻ അമ്മയെക്കാളും അവളെ എൻ്റെ മുകളിൽ കണ്ടിട്ടുമില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ, എൻ്റെ സാഹചര്യം അതായി പോയി എന്ന് പറഞ്ഞ അമ്മയെ മെരുക്കിയെടുക്കാൻ മകൻ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് അതും പറഞ്ഞ് ആദർശ് അങ്ങ് പോയി. ആദർശ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കും അവിടെ. അവൻ എന്തായിരിക്കും ആ പറഞ്ഞത്? ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കും അവൻ ഒളിച്ചു വെച്ചിരിക്കുന്ന രഹസ്യം, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിനെ അലട്ടുന്നത് എന്തായിരിക്കും എന്നൊക്കെ ദേവയാനി നിന്ന് ചിന്തിക്കുക. ഈ സമയത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ മുത്തശ്ശൻ ദേവയാനിയെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിൽക്കുമായിരുന്നല്ലോ. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ടേക്ക് ചെന്നു. ആദർശ് ചെന്നപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ ആദർശനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ മുത്തശ്ശനോട് ആദർശ് പറഞ്ഞു, എൻ്റെ മുത്തശ്ശൻ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല, മുത്തച്ഛനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു കാര്യങ്ങളും ചെയ്യില്ല. നയനയെയും അതുപോലെ അമ്മയെയും ഞാൻ ഒരിക്കലും വേദനിപ്പിക്കില്ല. അവർക്ക് വേണ്ടുന്ന രീതിയിൽ കൊടുക്കാൻ എനിക്കറിയാം, അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് ഞാൻ മുത്തശ്ശന് തരുന്ന വാക്കാണെന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആദർശ് അത് പറയുന്നത് കേട്ടപ്പോൾ മുത്തശ്ശന് സന്തോഷമായി. പക്ഷെ ഇതെങ്ങനെ എവിടെ കൊണ്ടെന്ന് എത്തിക്കും? ഇതൊരു കൺക്ലൂഷനിൽ എത്തിക്കാനായിട്ട് നമ്മുടെ ആദർശിന് പറ്റാതെ ആദർശ് പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം അവരവിടെ സംസാരിച്ച് ഒരു ധാരണയിലെത്തുന്ന സമയത്ത് നവ്യയാണെന്നുണ്ടെങ്കിൽ അഭിയോട് പരാതിപ്പെട്ടിയുമായിട്ട് അങ്ങ് ചെന്നു. പരാതിപ്പെട്ടിയുമായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭി നവ്യ എടുത്തിട്ട് പോരിച്ചു. നയനയെ ഇതാക്കി ആണ് അവളവിടെ സംസാരിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നയന അതിൻ്റേതായ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റേതായ ഹെൽപ്പ് അവിടെ കമ്പനിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റേതായ രീതിയിലാണ് അവൾക്ക് എന്തെങ്കിലും ഇവിടെ കിട്ടുന്നത്. നിന്നെ കൊണ്ട് എന്താ ഗുണമുള്ളത്? നീ ചുമ്മാ ഇവിടെ കയറി ഇരിക്കുമല്ലേ, നീ അങ്ങനെയല്ലേ, നീ ഇങ്ങനെയല്ലേ, എന്നിട്ട് നീ എന്നോട് ഇങ്ങനെ പറയുന്നു, നീ ഒറ്റൊരുത്തുകാരൻ, എൻ്റെ ശമ്പളം വരെ കുറഞ്ഞു പോയി, എൻ്റെ സ്ഥാനം കുറഞ്ഞു പോയി, ഞാൻ അങ്ങനെയായി, ഞാൻ ഇങ്ങനെയായി, അതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ഭയങ്കര ദേഷ്യം. നവ്യ പറഞ്ഞു, നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ലേ, നീ കഴിവ് കെട്ടവനായതുകൊണ്ടല്ലേ നിനക്ക് അങ്ങനെ വന്നത്, നീ എന്നിട്ടെല്ലാം കൂടെ എൻ്റെ തലയിൽ എന്തിനാ പഴിചാരുന്നത്? അങ്ങനെ ഇവർ മൊത്തത്തിൽ സംസാരിച്ച് വഴക്കും കാര്യങ്ങളുമായിട്ട് നവ്യയും അഭിയും നിൽക്കുന്നു. മൊത്തത്തിൽ കല്ലുകടിയാണ് ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും നമ്മുടെ നയനയ്ക്ക് എവിടെ നോക്കിയാലും കുറച്ച് നല്ല പേരും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നയനയൊക്കെ അരികിലേക്ക് എന്നിട്ട് ഈ വേലക്കാരി ചേച്ചി ചെന്നിട്ട് മോളെ ഞാൻ കാരണം ഇങ്ങനെയൊക്കെ ആയില്ലെന്നൊക്കെ അതൊന്നും സാരമില്ല ചേച്ചി, ഇപ്പം ചേച്ചി അല്ലെങ്കിൽ മറ്റൊരു കാരണം, എന്ത് കാരണമായാലും അതെനിക്കുള്ളത് തന്നെയാണ്, അത് ഞാൻ ഏറ്റെടുക്കേണ്ടതുമാണ്, അതിന് ചേച്ചി ഒന്നും പറയണ്ടെന്ന്. അപ്പോൾ ഈ നയനയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതുകൊണ്ട് മീനാക്ഷിയോട് ഇനി അവിടെ ജോലിക്ക് നിൽക്കേണ്ട, മീനാക്ഷിയോട് ജോലി നിർത്തി പൊക്കോളാൻ വരെ ദേവയാനി പറഞ്ഞു. അപ്പോൾ അതൊക്കെ അമ്മയല്ല തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിൽ അവിടെ വന്നു. ദേവയാനിയുടെ അഹങ്കാരത്തിന് തടയിട്ടുകൊണ്ട് ആദർശാണെങ്കിലും അതുപോലെ മുത്തശ്ശനാണെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ദേവയാനിക്ക് മൊത്തത്തിൽ എന്താ പറയുക, തിരിച്ചടിയോട് തിരിച്ചടി, എത്രയൊക്കെ തിരിച്ചടി കിട്ടിയാലും താൻ അതിൽ നിന്നൊന്നും പഠിക്കില്ല എന്നുള്ള ആ ഒരു വാശിയിൽ നടക്കുന്ന ദേവയാനിയോട് മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അനി നമ്മുടെ നന്ദുവിനെ കാണാനായിട്ട് ചെന്നു. അപ്പം നന്ദു അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ നന്ദു ആണെങ്കിൽ ഭയങ്കര വെയിറ്റ് ഇട്ട് തന്നെ നിൽക്കുന്നത്, അനിയുടെ മുന്നിൽ തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരിതിൽ. നമ്മുടെ അനന്തപുരിയിൽ ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾ ആളി കത്തുമ്പോൾ ഇനി അനിയോട് നന്ദുവിനെങ്ങാനും പ്രണയമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പോക്കാണ് അനിയുടേത്. ആ കണക്കിന് നന്ദുവിന് അനിയോട് പ്രണയമുണ്ടെന്നെങ്ങാനും അറിഞ്ഞാൽ ഇവർ തമ്മിൽ ഇഷ്ടത്തിലായ തീർന്നു, അവിടെ കൊണ്ടെല്ലാം തീർന്നു. അങ്ങനെ അനി പോയി നിൽക്കുന്ന സമയത്ത് ഈ അനാമികയുടെ കോള് വരുന്നുണ്ട്. പക്ഷെ അനി അന്നേരം അത് അറ്റൻഡ് ചെയ്തില്ല. അപ്പം അനാമികയുടെ കോളാണെന്ന് നന്ദുവിനോട് അനി പറയുകയും ചെയ്തു. അന്നേരത്തേക്ക് നന്ദുവിന് ഭയങ്കര ദേഷ്യം കൂടി. കാരണം ഇവൾ ഏത് നേരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കില്ല, ഇവൾ എന്തിനാ ഏത് നേരം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം, അതിൻ്റെ കലിപ്പും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നന്ദുവിൻ്റെ ഉള്ളിലെ സ്നേഹം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും ദേവയാനിക്കൊരു തിരിച്ചടി കിട്ടണം ഇത്രയും കാലമായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ഇന്നൊരു ചെറിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം.
ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും വീണ്ടും വീണ്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്